ഭർത്താവുമായിട്ട് നമ്മളൊരു വഴക്കുണ്ടായി. അവർ നമ്മളെ വല്ലാണ്ടങ്ങ് ഒരുപാട് നമ്മളെ വേദനിപ്പിച്ചു. അപ്പം നമ്മൾ പലയിടത്തും പുസ്തകങ്ങളിലും ഒക്കെ നമ്മൾ വായിക്കാറുണ്ടല്ലേ. എന്താണ് വായിക്കുന്നത്? അവരോട് മാപ്പ് കൊടുക്കൂ, പക്ഷേ ആ ഒരു ഇത് മറക്കണ്ട. മാപ്പ് കൊടുക്കൂ എന്ന് പറയുന്നത് അതിനെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യർക്ക് പറ്റുന്ന രീതിയിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. എത്രയും വലിയൊരു അപകടം നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കി തന്ന ഒരാൾക്ക് മാപ്പ് കൊടുക്കൂ എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യർക്കും അത് പറ്റണം എന്നില്ല. അപ്പം മനുഷ്യന്മാർക്ക് പറ്റുന്ന സഹനത്തിന്റെ പാരമ്യം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലല്ലേ. അപ്പം മനുഷ്യന്മാർക്ക് എല്ലാവർക്കും പറ്റുന്ന തരത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ അവർ ചെയ്ത കാര്യങ്ങൾ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിൽ ഹോർമോൺസിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവും, നമുക്ക് അതുപോലെ വേറെ വയറ്റിന് പ്രശ്നങ്ങളുണ്ടാവും. ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ശരീരവും മനസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അവരെ ഫോക്കസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ആക്ടിവിറ്റീസിലോട്ട് എൻഗേജ്ഡ് ആവും. അപ്പം ജീവിതം തീർന്നു എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഒരുപാട് പേര് നമുക്ക് ചിലപ്പം നമ്മളെ തളർത്താനുണ്ടാവും. പക്ഷെ ഭൂരിപക്ഷം പേരും പോസിറ്റീവായിട്ട് നമ്മളോട് പറയും, നിനക്ക് പറ്റും എന്ന് പറയും. കുറച്ച് ആളുകൾ നമ്മളെ തളർത്താനുണ്ടാവും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ശത്രുത വന്ന ആള്, ഈ തളർത്താൻ ശ്രമിക്കുന്ന ആള്, ഇവരെയൊക്കെ നമുക്കൊരു ഡിസ്റ്റൻസിൽ നിർത്താം. നമ്മൾ മുന്നോട്ട് പോകും, നിനക്ക് പറ്റും, നീ അങ്ങനെ തളർന്നിരിക്കല്ലേ, എന്നെ കൊണ്ട് പറ്റും എന്ന് പറയുന്ന ആളുകളെ നമ്മുടെ ചുറ്റും കൂട്ടിയിട്ട് മറ്റുള്ളവരെയൊക്കെ നമുക്കൊന്ന് സൈഡിലോട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ 24 hours നമുക്കുണ്ട് അല്ലേ, നമ്മൾ പല ആക്ടിവിറ്റീസിലോട്ട് എൻഗേജ്ഡ് ആവുക. അപ്പം അവിടെ മാപ്പ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ മറക്കും, അതിനുള്ള ഇമ്പോർട്ടൻസ് കുറയും. കാരണം നമ്മുടെ മുന്നിൽ പുതിയ ഓരോ സംഭവങ്ങൾ നമ്മളെ കൊണ്ട് അത് പറ്റുമോ എന്ന് തോന്നിയ സംഭവങ്ങൾ പറ്റുന്നു എന്നറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹാപ്പി ഹോർമോൺസ് വരും. അത് നമ്മുടെ ഉള്ളിൽ ഈ പറയത്തില്ലേ, നല്ലൊരു പ്രണയം വരുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷന്മാർ രണ്ടുപേർക്കും ഇത് ബാധകം കേട്ടോ. സ്ത്രീക്കും അതെ, പുരുഷനും അതെ. നല്ലൊരു പ്രണയം വന്നാൽ അവരുടെ മുഖം കണ്ടാലും മനസ്സിലാവും, നല്ല തിളക്കം ഉണ്ടാവും പറയുമല്ലോ. അത് ആക്ച്വലി ഒരു വ്യക്തിയോട് തന്നെ ആവണമെന്നില്ല, മറ്റൊരു വ്യക്തിയോടാവണമെന്നില്ല, അവനവനോട് തന്നെ ഒരു എന്നെ കൊണ്ട് ഇത് പറ്റി, ഞാൻ ഇത്രയും അച്ചീവ് ചെയ്തു, 0യിൽ നിന്ന് തുടങ്ങി ഞാൻ ഇത്രയും എത്തി, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മളോടൊരു പ്രണയം വരും. ആ ഒരു സാധനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.